ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജെയിംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പറയാനുള്ളത് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ വിചാരിക്കുന്നു. സിനിമ പ്രഖ്യാപിച്ച അന്ന് മുതൽ എല്ലാവരും കൂടി പുള്ളിക്കാരൻ നെഞ്ചത്തേടൊരു കേറ്റ. വെങ്കട് പ്രഭുവിനെ കുറെ പറയും, എന്തിന് ഈ വിജയിനെ വെച്ച് നിങ്ങൾ സിനിമ ചെയ്തു, എന്തിനിങ്ങനെ മണ്ടത്തരം കാണിച്ചു. വിജയ്ക്കെതിരെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും മര്യാദയ്ക്ക് അഭിനയിച്ചൂടെ, എന്തു കോലമാണ്, പോസ്റ്റർ വന്നാൽ അത് മോശം. സത്യം പറയാലോ, പോസ്റ്ററൊക്കെ മോശം തന്നെയായിരുന്നു, നമ്മൾ സമ്മതിക്കുന്നുണ്ട്, നിങ്ങളത് പറഞ്ഞോളൂ, കുഴപ്പമില്ല. അതിനുള്ള സ്പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ സ്പാർക്ക് എന്നുള്ളൊരു പാട്ട് വന്നു. ഈ പാട്ട് വന്ന സമയത്ത് ഇതിനേക്കാളും കയ്യിൽ പോയി, കാരണം വളരെ മോശമായിരുന്നു. അതും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. സ്പാർക്ക് ആ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, എനിക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൽ അമൽ ഡേവിസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ ട്രോളി. അമൽ ഡേവിസ് മോശമായതുകൊണ്ടല്ല, പക്ഷെ ഈ വിജയുടെ ഒരു ക്യാരക്ടർ അത്രയും മോശമായി പോയി, അത്രയും കോമഡി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളിന്റെ അങ്ങേ അറ്റം. അങ്ങനെ ആളുകൾ കയറി നേരങ്ങാണ് കമന്റിൽ, ഊക്കോടൂക്ക്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ നല്ലൊരു പോസ്റ്റർ വന്നു. അപ്പോഴും നല്ല പോസ്റ്റർ ഒന്നും ആരും അംഗീകരിക്കുന്നില്ല. അത് കഴിഞ്ഞൊരു ട്രെയിലർ അനൗൺസ്മെന്റ് വന്നു. അപ്പോഴും പോസ്റ്റർ ആരും അംഗീകരിക്കുന്നില്ല. ഇപ്പൊ അതെ ട്രെയിലർ വന്നു, നല്ല കീട്ടിലൻ ട്രെയിലർ. പക്ഷെ അതിന്റെ താഴെ എന്തിനാണ് ഇത്ര വെറുപ്പ് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരുപാട് ആളുകൾ കയറിയിട്ട് വെറുതെ ഇത് 5 പൈസക്കില്ല, വളരെ മോശം, ഇതെന്താണ് കാണിച്ചു വെച്ചേക്കണൊക്കെ പറഞ്ഞിട്ട് വളരെ 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 നെഗറ്റീവ് കമന്റുകൾ മാത്രം ഇങ്ങനെ കയറി നിരങ്ങ. പക്ഷെ സംഭവം ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുക. 35 മില്യൺ ഒക്കെ കഴിഞ്ഞു ഇതിന്റെ വ്യൂ. ഭയങ്കര റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭാഗത്ത് വിജയ് പടങ്ങൾക്ക് സാധാരണയായിട്ട് വരുന്ന ആ ഒരു എന്താ പറയാ ഹൈപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോ കയറി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു സമാധാനം കിടന്ന എവിടെ വെച്ചാലേ, കുറെ കാലങ്ങളായിട്ടുണ്ട്. അതായത് എന്താ പറയാ, ഈ ഫലഭൂഷ്ടമായിട്ടുള്ള മരത്തിനല്ലേ എറിയുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ പലതരത്തിലുള്ള ചൊല്ലുകളുണ്ട്, അറിയാലോ. അതായത് ഉള്ളവനെ പറയുള്ളൂ എന്ന് പറഞ്ഞ പോലെ വിജയിനെ പണ്ട് കാലം മുതൽ, ഇപ്പൊ ലിയോ ഒക്കെ വന്ന സമയത്ത് തന്നെയായിരുന്നു, വെറുതെ ഡീഗ്രേഡ് ചെയ്യുക, മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുക. ഒരേ കമന്റിൽ നിന്നൊക്കെ, ഒരേ അക്കൗണ്ടിൽ നിന്നൊക്കെ കമന്റ് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ട്രെയിലർ കിടിലൻ ട്രെയിലറാണ്. അത് അത് കണ്ടപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പി കെ ട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാനലിൽ ഇതിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഒരു ട്രോൾ വീഡിയോ. അത് കണ്ട ഏകദേശം ഈ വ്യൂവേഴ്സിന്റെ ഒക്കെ ഒരു മൈൻഡ് എന്തായിരുന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിൽ പറയാനുള്ളത്, 2 ലുക്കുണ്ട്. ഡി ഏജിങ് ചെയ്തിരിക്കുകയാണ് അവിടെ. ഈ ഡി ഏജിങ് ചെയ്തതിനൊക്കെ ആൾക്കാർ വെറുതെ കടന്നു നോക്കുകയാണ്. ശരിയാണ്, ഈ സ്പാർക്കിൽ ആ സോങ്ങിൽ വളരെ മോശമായിരുന്നു. എന്നാൽ ട്രെയിലറിലേക്ക് വന്നപ്പോൾ ഗംഭീരമായിട്ടുണ്ട്. അത് 3 ലുക്കിലൊക്കെ വരുന്നു. ഒന്ന് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ പോട്ടെ, 2 ഡി ഏജിങ് ചെയ്തിട്ടുള്ള ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള വിജയ്, അതിനേക്കാളും വളരെ യങ്സ്റ്റർ ആയിട്ടുള്ള മറ്റൊരു വിജയ്, എല്ലാം സൂപ്പർ ആയിരുന്നു. അതൊക്കെ എല്ലാവരും അംഗീകരിച്ചു. പക്ഷെ കുറച്ച് ആളുകൾക്ക് മാത്രം അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോ ഡി ഏജിങ് ചെയ്തിട്ട് മോശം എന്നൊക്കെ പറയുകയാണെങ്കിൽ കൂടുതലും സൂര്യയുടെ, ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. ഞാനൊരു വിജയ് ആരാധകനാണ്. പക്ഷെ എനിക്ക് സൂര്യനെ ഭയങ്കര ഇഷ്ടമാണ്. സൂര്യയുടെ സിനിമകൾ ഞാൻ വളരെ പ്രതീക്ഷയോടെ കാണുന്ന സിനിമയാണ്. ഇപ്പോഴും വിഷ്വലി ഞാൻ ഈ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിനേക്കാൾ കൂടുതൽ വിഷ്വൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന സിനിമ കങ്കുവയാണ്. അപ്പോൾ ഇപ്പൊ രജനീകാന്ത് ആണെങ്കിൽ, രജനീകാന്ത് അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാഗും കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ കാണാൻ, അതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഷിയാൻ വിക്രം, തല, അജിത്, ഇവരുടെയൊക്കെ സിനിമകൾ നമ്മൾ കാണാറുണ്ട്. ഞാൻ പേഴ്സണലി വിജയ് ആരാധകനാണെന്ന് പറയുമ്പോഴും ഇവരുടെയൊക്കെ സിനിമകൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ നേരെ തിരിച്ച് ബാക്കിയുള്ള ഒട്ടുമിക്ക ആളുകളും തിരിച്ചിങ്ങോട്ടതില്ല. വിജയിനെ ചവിട്ടി തത്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സമയത്തും. എന്തിനാണ് ഇത്ര പേടി എന്നുള്ളതും കൂടി ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ഡി ഏജിങ് ചെയ്തത് നിങ്ങൾ ഇത്ര മോശമായിട്ടാണ് പറഞ്ഞത്. ഇത് എന്ത് സൂപ്പറായിട്ടാണ് ചെയ്തിട്ടുള്ളത്, സൂപ്പറായിരുന്നു. 90% ആളുകളും അംഗീകരിച്ചിട്ട് ഇപ്പോഴും 10% വരുന്ന ഹേറ്റേഴ്സിന് മാത്രമാണ് സമ്മതിക്കാൻ അത്ര ബുദ്ധിമുട്ട്. അപ്പോ സൂര്യ ഒരു സിനിമ ഉണ്ടല്ലോ, ആ സിനിമ കറക്റ്റ് പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. നയൻതാര നായികയായിട്ട് സൂര്യവേഷം മാറി വന്നിട്ട്, എന്താ പറയാ, മുരളി അച്ഛന്റെ കഥാപാത്രം ചെയ്യുന്ന മുരളി, അങ്ങനെ ഒരു സിനിമ ഉണ്ടല്ലോ. അതിൽ ചെറുപ്പം കാണിക്കുന്നത് എന്താണ്, ഇത്ര പോയ ശരീരത്തിൽ ഇത്രയും വലിയ തലയും വെച്ചിട്ട് ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ട്രോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. റെഡി? നിങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡ് അല്ലേ? ഒരാഴ്ച ഇന്ന് വരും നാളെ വരും പറഞ്ഞ് കാത്തിരിക്കുന്നു. മനുഷ്യനായ പറഞ്ഞ വാക്കിന് ഒരു വില വേണം. സോറി കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഇറക്കി കണ്ടു നോക്കി. എനിക്ക് ടെൻഷൻ കയറണ്ടട്ടാ, എന്റെ നെഞ്ചിൽ പാണ്ടിയും പഞ്ചായത്ത് നമ്മുടെ അവസ്ഥ. Guys, this is a new assignment. ഇളകണ്ട പിന്നെ നിസാരക്കാരനൊന്നല്ല പറഞ്ഞത്. നമ്മളെ ലീഡ് പണ പോறது ഒരു പുതു ലീഡർ. കൊടിയേറി മക്കളെ അങ്ങോട്ട് നോക്കാം. 68 international successful operations.
hostage negotiator, field agent, spy. അങ്ങനെ പേരുകൾ ഒരുപാടുണ്ട് അവന്. In short, he is the goat of sats. அந்த பேர்ல ஒரு கெத்து இருக்கு, அது எல்லாருக்கும் தெரியும். അവൻ വലിയ സെറ്റപ്പിലല്ലേ? ഇതൊക്കെ എന്ത് സെറ്റപ്പ്? ഇടയ്ക്ക് ഒരു അടി ഇടി വെടി പുകയൊക്കെ ഉണ്ടായി. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. குழந்தை நல்லா இருக்கு, ஒன்னும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினைச்சலாம் டென்ஷன் இல்ல, காந்திய நினைச்சுதான் டென்ஷன். ഗാന്ധി പേര് ചോദിച്ചു வீட்டுக்கும் டைமுக்கு வரதில்ல. ഒരു കേസിനുള്ള ഫോണുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ. സത്യമാ കൊടുക്കൂടാതെ ஏதாவது பொண்ணோட தொடர்பு இருக்கும்னு கொஞ்சம் சந்தேகமா இருக்கு. ഇത് മതി, ഇത് ധാരാളം മതി. ഇത് ഞാൻ തകർക്കും. ഇത് രണ്ടിന്റെ അവസാനത്തെ അത്താഴമാണെന്ന് അതാണോ ഉദ്ദേശിച്ചത്? എന്നാ വിഷുവിന് ഫാമിലിയോടെ ഹോളിഡേക്ക് പോവാനാ? അതും ബാങ്കോക്കൊക്കെ കുടുംബത്തോടെ പോവാനാ? അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. മാധവാ, ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചെടുത്തു. കൊള്ളാം, കൊള്ളാം. തിരിച്ചെടുത്തു. ചതിച്ചു എന്നാ തോന്നുന്നത്. ബോക്സ് ഓഫീസ് റെക്കോർഡ്. കുഴപ്പക്കാരന് കുഴപ്പക്കാരനാണോന്ന് ചോദിച്ചാ நமக்கு பணியா. இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்திருக்கேன். ஆனா ஃபார் தி ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்கிறேன். എനിക്കൊരു എത്തും പിടി കിട്ടുന്നില്ല ഈശ്വര. എനിക്ക് എന്നെ എത്തും പിടി തോന്നുന്നില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക്? അത് കറക്റ്റ്. ചെന്നൈയിലെ ഏതോ ഒരു இடத்துல பாம்பு வைக்க போறாங்க. അതൊന്നുകൂടെ പ്ലേ ചെയ്തേ. എന്തൊരു ചെറുപ്പല്ലേ. ഇതെന്താ ഇങ്ങനെ? എങ്ങനെ? ഒരു ശക്കല കുഴപ്പം. അത് വരച്ചോ പറ്റിയതാ, കാര്യമാക്കണ്ട. അടുത്തെടുക്ക. അത് മാച്ചോ പറ്റിയതാ, കാര്യമാക്കണ്ട. വരച്ചപ്പം മാച്ചപ്പം വേണ്ടട്ടെ. എന്താ ഇപ്പോഴത്തെ സംഗതി? എനിക്ക് ഓക്കെ അല്ല. ഇനി ഞാൻ സൂത്രം കാണിച്ചു കേട്ടാ. അപ്രതീക്ഷിതമായ സാധനങ്ങളുണ്ട്, കുഴപ്പമില്ല. പക്ഷേ എന്ത് പക്ഷേ തുറന്നു പറയാലോ, എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയുണ്ട്. ചേട്ടാ, ഉൾക്കഥ ഇങ്ങനെയാണ്. എന്താടാ നിനക്ക് ബോറടിച്ച? ഇല്ല, ബോറടിച്ചില്ല. നിനക്ക് മാസാണ് വേണ്ടത്. വയസ്സടിച്ച് സ്ക്വാഡ് വിട്ട് പോയി പല വർഷാച്ച് എപ്പി യോസിக்கிறீங்களா? ആളത്തം കാണിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ചന്ദ്രനോളമല്ല ഒരുത്തനും. പണമല്ല പവറായാലും അതിന്റെ ഒന്നും മുമ്പിൽ വീണ ചരിത്രം ഈ മാരാർക്കില്ല. 60 വയസ്സാനായാലും ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല. പൊളിച്ചടുക്കും പലതും. നിന്റെയൊക്കെ സമയമാവുന്നേ ഉള്ളതാ കള്ള കളയാടി മോനെ. ആട്ടെ, ഇത് പെരുസാ പண்றீங்க. പക്ഷെ പടം പൊട്ടും. നീ കണ്ടില്ല, കാണിക്കാം. മരുതമലൈ മാമണിയെ മുരുകയ്യ. ഇതന്നെ ചുമ്മാ ഒരു രസത്തിന് ഒരു ഓളമായിക്കോട്ടെ എന്ന് കരുതി. ഈ ദിവസം മറക്കരുതാ.
ആണെന്ന് നോക്കാടെ. മറ്റൊരു ബീസ്റ്റ് ആണെങ്കിൽ തേയും അങ്ങനെ അവരുതെന്നാണ് എന്റെ ഒരു പ്രാർത്ഥന. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നേരിടേണ്ടി വന്നേക്കാവുന്ന ഏറ്റവും എക്സ്ട്രീം സിറ്റുവേഷനിൽ നിന്ന് താഴോട്ട് ചിന്തിച്ച പിന്നെ എല്ലാത്തിനും ഒരു കൂൾ മൂടാണ്. എഡിറ്റിംഗ് സിംഗമേ, ഇതിൽ എഡിറ്റിംഗ് വേറെ ലെവലാണ്. പിന്നെ പറഞ്ഞ പൊട്ടൊന്നുമില്ല, സാധനം വേറെ ലെവലായിരിക്കും. ഇത് പറഞ്ഞ പോലെ കയ്യിൽ നിന്ന് പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തൊക്കെ പറയുക, വെങ്കട് പ്രഭു നല്ലൊരു അറ്റംപ്റ്റ് ആണ് നടത്തുന്നത്, പുതിയ സാധനം തരാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി അവിടെ ഗ്രൗണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ വിജയ്. അത് ധോണി കമിയുണ്ട്, ധോണിയെ സ്റ്റേഡിയത്തിൽ പോയി രക്ഷപ്പെടുത്തുന്നൊക്കെ പറഞ്ഞൊക്കെ പല ആളും പറയുന്നുണ്ട്. ലിയോക്ക് ഇതുക്കും മേലെ ഡയറക്ടർ പോലും ചിന്തിക്കാത്ത സാധനങ്ങളൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. വന്ന് കാണുമ്പോൾ തന്നെ അറിയാം, അതാണ് അതിന്റെ സുഖവും, അതാണ് അതിന്റെ മര്യാദയും. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. കുരു പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളതെന്നും കമന്റിൽ രേഖപ്പെടുത്തിയാൽ സന്തോഷം.